الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അല്ലാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല സമയങ്ങളെയും കാലങ്ങളെയും സാക്ഷിയാക്കിക്കൊണ്ട് ചരിത്രത്തെ മുന്നോട്ട് നീക്കുകയാണ്. ഓരോ കാലത്ത് നടക്കുന്ന സംഭവങ്ങൾക്ക് ആ കാലമാണ് സാക്ഷി. വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം. അതായത് ഓരോ കാലഘട്ടത്തിലും നടക്കുന്ന സംഭവങ്ങളെ തന്നെയാണ് സത്യം. വീണ്ടും പറഞ്ഞാൽ ചരിത്രത്തെ തന്നെയാണ് സത്യം. ചരിത്രത്തെ നിങ്ങൾ പഠന വിധേയമാക്കിയാൽ, ഓരോ കാലത്തും നടന്ന സംഭവങ്ങളെ നിങ്ങൾ പഠിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്കൊരു കാര്യം ബോധ്യപ്പെടും. എന്താണ് ആ കാര്യം? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും ഭൂലോകത്ത് ജീവിച്ച മനുഷ്യരെല്ലാം നാശത്തിലകപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. മനുഷ്യരിൽ നിന്ന് ചരിത്രത്തെ സാക്ഷിയാക്കിക്കൊണ്ട് 4 വിഭാഗങ്ങൾ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇല്ലല്ലദീന ആമനു, അല്ലാഹുവാണ് എല്ലാം എന്ന് അംഗീകരിച്ചവരൊഴികെ. അവരെ അല്ലാഹു തആല അതിൽ നിന്ന് മാറ്റി നിർത്തി. ഓരോ കാലത്തും നടന്ന സംഭവങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂഹത്തെ അറിയിച്ച അടിസ്ഥാന വിഷയം, മനുഷ്യര് മുഴുവനും പരാജയത്തിലാണ്, നാശത്തിലാണ്. പക്ഷെ അതിൽ നിന്ന് അല്ലാഹു തആല 4 വിഭാഗത്തെ പ്രത്യേകം മാറ്റി.
അതിൽ ഒന്നാമത്തത് സർവ്വവും അള്ളാഹുവാണെന്ന് അംഗീകരിച്ചവരൊഴികെ. ഞാനിവിടെ ഈമാന് അംഗീകരിക്കുക എന്നാണ് അർത്ഥം വെച്ചിരിക്കുന്നത്. ഈമാന് വിശ്വാസം എന്നർത്ഥം വെച്ചപ്പോൾ അതിന്റെ പൂർണ്ണത നഷ്ടപ്പെട്ടു പോയി. വിശ്വാസം എന്ന വാക്ക് ഈമാന് യോജിച്ച വാക്കല്ല. അംഗീകരിക്കുക എന്താണ് യോജിച്ച വാക്കൽ? ഈമാനു ബില്ല, അള്ളാഹുവിനെ അംഗീകരിക്കുക എന്നല്ലാതെ അള്ളാഹുവിൽ വിശ്വസിക്കാനല്ല. വിശ്വാസം എന്നത് ഹൃദയത്തിന്റെ ജോലിയാണ്. അമലുൽ ഖൽബ്. ഈമാനാകണമെങ്കിൽ കൽബ് കൊണ്ടുള്ള അമല് മാത്രം പോരാ, 3 രീതിയിലുള്ള അമലുകൾ ഉണ്ടാവണം. കൽബ് കൊണ്ടുള്ള അമൽ, നാവ് കൊണ്ടുള്ള അമൽ, അവയവങ്ങളെ കൊണ്ടുള്ള അമൽ. അൽ ഈമാൻ അസ്തസ്ദീഖു ബിൽ ഖൽബ് വൽ ഇഖ്റാറു ബിൽ ലിസാൻ വൽ അമലു ബിൽ അർക്കാൻ. അതാണ് ഈമാൻ. ഒരു കാര്യം അംഗീകരിച്ചു എന്ന് പറയണമെങ്കിൽ ആദ്യം മനസ്സത് സമ്മതിക്കണം. അത്തസ്ദീഖു ബിൽ ഖൽബ്, അള്ളാഹുമായി ബന്ധപ്പെട്ട സകലതും സത്യമാണെന്ന് എനിക്ക് ബോധ്യമുണ്ടാകണം. നേരിയൊരു സംശയം വന്നാൽ ഫഖദ് കഫർ. അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നേരിയൊരു സംശയം, എന്നാലും എന്നൊരു പ്രയോഗം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നാലും എന്ന് നാം ഇതിനു മുമ്പ് അത് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാലും എന്ന പ്രയോഗം വല്ലാഹി അത് അപകടത്തിന്റെ പ്രയോഗമാണ്. അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 2 കൂട്ടുകാർ തമ്മിൽ കണ്ടുമുട്ടി, വഴിയിൽ സലാം പറഞ്ഞു, കുടുംബവിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു. ഒരു കൂട്ടുകാരൻ മറ്റേ കൂട്ടുകാരനോട് സംസാരിക്കുകയാണ്. എന്തുണ്ടോ വിശേഷങ്ങളൊക്കെ, വീട്ടുവിശേഷങ്ങളൊക്കെ, കുടുംബവിശേഷങ്ങളൊക്കെ. കുറെ കാലമല്ല നമ്മൾ കണ്ടിട്ട്. പ്രായത്താണ്, സന്തോഷമാണ്. മക്കളെ കൂട്ടത്തിൽ ഒരാൾക്ക് എപ്പോഴും അസുഖം. കുറെ ചികിത്സിച്ചു. അപ്പൊ മറ്റേ ആള്, നീ വിഷമിക്കണ്ട, വല്ലാഹു യശ്ഫി, അള്ളാഹു ഷിഫയാക്കും. ആ സമയത്ത് മറ്റാള്, അള്ളാഹു ഷിഫയാക്കും, എന്നാലും എല്ലാം പൊളിഞ്ഞു. അവന്റെ പ്രായപൂർത്തിക്ക് ശേഷമുള്ള മുഴുവൻ അമാലുകളും ആ വാക്കോടുകൂടി പൊളിഞ്ഞു. എന്നാലും എന്ന് പറഞ്ഞാൽ അള്ളാഹു മാത്രം പോരാ, മറ്റെന്തോ ഒന്നും കൂടി വേണം എന്നായി വാക്ക്. അത് കടുത്ത ശിർക്കിന്റെ വാക്കാണ്. അള്ളാഹുമായി ബന്ധപ്പെടുമ്പോൾ, അള്ളാഹുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് കൂട്ടുകാരൻ സംസാരിച്ചതെങ്കിൽ പറയേണ്ട മറുപടി ബേശക്, തീർച്ചയായും എന്റെ അള്ളാഹു അതിന് കഴിവുള്ളവനാ. അതാണ് പറയേണ്ടത്. ഒരു മുവഹീദിന്റെ നാവുന്ന് അങ്ങനെ വരാവും, ഒരു മൂമിനിന്റെ നാവുന്ന് അങ്ങനെ വരാവും. എന്നാലും എന്ന പ്രയോഗം അള്ളാഹുവിന്റെ ജലാലത്ത് ജമാലത്തുകൾക്ക് യോജിക്കാത്ത പ്രയോഗമാണ്. നേരെ മറിച്ച് മഖ്ലൂക്കും തമ്മിലുള്ള വിഷയത്തിൽ എന്നാലും എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പം വരുമ്പോന്നില്ല. ഈ 2 കൂട്ടുകാർ തമ്മിൽ സംസാരിക്കുന്ന സന്ദർഭത്തിൽ ഒരു കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരനോട് പറഞ്ഞു, നീ എന്തിനാണ് പേടിക്കുന്നത്, നിന്റെ ഒരു മോൻ ദുബായിലില്ലേ? അപ്പൊ മറ്റേ ആള്, മോൻ ദുബായിലുണ്ട്, എന്നാലും കുഴപ്പമില്ല. ആ എന്നാലും കൊണ്ടൊന്നും പ്രശ്നം വരാൻ പോകുന്നില്ല. മഖ്ലൂക്കുമായി ചേർന്നിട്ടാണ് അത് പറഞ്ഞത്. ഖാലിഖുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നാലും എന്ന പ്രയോഗം മോമിന്റെ വായിന്ന് വരാൻ പാടില്ല, വല്ലാഹി വരാൻ പാടില്ല. ഇതാണ് തസ്ദീഖു ബിൽ ഖൽബ്. സർവവും എന്റെ അള്ളാഹുമായി ബന്ധപ്പെട്ടതാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു, ഒരു സംശയവും എനിക്ക് ആ കാര്യത്തിലില്ല. രണ്ടാമതൽ ഇഖ്റാറു ബിൽ ലിസാൻ, അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ മനസ്സിൽ എന്താണോ നീ അംഗീകരിച്ചത് അത് നീ നാവ് കൊണ്ട് സമ്മതിച്ചു കൊടുക്കണം. ഈമാന്റെ രണ്ടാമത്തെ കാര്യം. ഒരു കാര്യം ഈമാനാകണമെങ്കിൽ അതിന്റെ രണ്ടാമത്തെ കാര്യം നാവ് കൊണ്ട് സമ്മതിച്ചു കൊടുക്കണം. അൽ ഇഖ്റാർ, സമ്മതിച്ചു കൊടുക്കുക. ബിൽ ലിസാൻ, നാവ് കൊണ്ട്. എന്താണ് സമ്മതിക്കേണ്ടത്? ആ അള്ളാഹു അല്ലാതെ വേറൊരു ശക്തിക്കോ വ്യക്തിക്കോ വസ്തുവിനോ ഒന്നും വകവെച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. ഇത് നാവ് കൊണ്ട് അംഗീകരിക്കണം. നാവ് കൊണ്ട് അംഗീകരിക്കേണ്ടത് എങ്ങനെ? നമ്മുടെ സ്വന്തം വാചകം ഉണ്ടാക്കിയാൽ മതിയോ? നമ്മുടെ ഭാഷ അനുസരിച്ച് എന്തെങ്കിലും ഒരു പ്രയോഗം നടത്തിയാൽ മതിയോ? പോരാ. അംഗീകരിക്കാൻ അള്ളാഹു നമ്മളെ പഠിപ്പിച്ച വാക്കുകൊണ്ട് തന്നെ അംഗീകരിക്കണം. അതേതാ വാക്ക്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ആ വാക്ക്. എല്ലാം എന്റെ അള്ളാഹുവാണ്, ഞാനായ അള്ളാഹുവിനെ 100% അംഗീകരിക്കുന്നു. അതിനാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഐ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ വേറെ ഒരു ശക്തിയെ, ഒരു വ്യക്തിയെ, ഒരു വസ്തുവിനെ, ഒരു വലിയനെ, ഒരു ശൈഖിനെ, ഒരു നബിയെ, ഒരു റസൂലിനെ, ഒരു ദീനാറ് അല്ലെങ്കിൽ ഒരു ദിർഹം ആ അള്ളാഹുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞാൻ അംഗീകരിക്കേണ്ട പ്രശ്നമില്ല. അള്ളാഹ്ക്ക് പകരം അള്ളാഹ് മാത്രം. എനിക്ക് അനുവദിച്ചു തന്ന അസ്ബാബുകളെ ഒന്നും ഞാൻ അള്ളാഹുമായി ബന്ധപ്പെടുത്തുന്ന പ്രശ്നമില്ല.
എന്റെ അള്ളാഹു കുറെ അസ്ബാബുകൾ എനിക്ക് അനുഭവിച്ചു തന്നിട്ടുണ്ട്. അത് അസ്ബാബുകളായിട്ട് മാത്രമേ ഞാൻ കാണുകയുള്ളൂ. അത് എന്റെ അള്ളാഹുവിന്റെ ഇടപെടലുമായിട്ട് അതിന്റെ ബന്ധമില്ല. എന്റെ അള്ളാഹുവിന്റെ ഇടപെടൽ സ്വതന്ത്രമാണ്. നാവ് കൊണ്ട് അംഗീകരിക്കണം. നാവ് കൊണ്ട് പ്രസ്താവിച്ച വിഷയങ്ങൾ അവയവങ്ങളെ കൊണ്ട് പ്രവർത്തിച്ച് തെളിയിക്കണം. അമലുകളെ അവയവങ്ങളെ കൊണ്ട് പ്രവർത്തിച്ച് തെളിയിക്കുകയും കൂടി ചെയ്യണം. അപ്പോഴേ ഒരുത്തൻ മുഅ്മിനാവുള്ളൂ. ഹൃദയത്തിൽ പൂർണ്ണമായി അള്ളാഹനെ അംഗീകരിച്ചു, അവൻ അള്ളാഹുവിന്റെ അടുക്കൽ മുഅ്മിനല്ല. അംഗീകരിക്കുകയും സമ്മതിക്കുകയും ചെയ്തു, മുഅ്മിനല്ല. അംഗീകരിക്കുകയും സമ്മതിക്കുകയും അവയവങ്ങളെ കൊണ്ടുള്ള പ്രവർത്തികളെ അതിനെ സാക്ഷിയാക്കുകയും ചെയ്യണം. അപ്പോഴേ മുഅ്മിനാവുള്ളൂ. അതാണ് ഈമാൻ. അപ്പൊ അള്ളാഹുവിനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഒഴിഞ്ഞു മാറണ്ട. അള്ളാഹിനെ അംഗീകരിക്കാൻ അർത്ഥം വെക്കണം. ഇല്ലല്ലദീന ആമനു, അള്ളാഹുവിനെ പൂർണ്ണമായി അംഗീകരിച്ചവർ ആ നാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒന്നാം വിഭാഗം. അള്ളാഹുവിനെ അംഗീകരിക്കാൻ വേണ്ടി പ്രവൃത്തികളെ കൊണ്ട് തെളിയിക്കേണ്ടത് ഏതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്? അള്ളാഹു നിയോഗിച്ചു തന്ന പ്രവാചകന്റെ റിസാലത്തിനെ അംഗീകരിച്ചുകൊണ്ടാണ്. അതാണ് അമാൽ. പ്രവാചകന്റെ റിസാലത്തിനെ അംഗീകരിക്കുകയും ചെയ്തവർ. ഇല്ലല്ലദീന ആമനു, അള്ളാഹുവിനെ പൂർണ്ണമായി അംഗീകരിച്ചവർ. വഅമിലുസ്സാലിഹാത്ത്, അള്ളാഹു നിയോഗിച്ച പ്രവാചകന്റെ റിസാലത്ത് അംഗീകരിച്ച് ജീവിച്ചവർ, അവരും ആ നാശത്തിൽ നിന്ന് ഒഴിവാണ്. മൂന്നാമത്തെ വിഭാഗം വതവാസൗ ബിൽ ഹഖ്. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് സത്യം എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞവർ. വതവാസൗ ബിൽ ഹഖ്. എന്താണ് ആ ഹഖ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞവർ. അല്ലാഹുവാണെല്ലാം, അല്ലാത്തതൊന്നുമല്ല, അത് ലോകത്തോട് വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ചവർ. മുഹമ്മദുർ റസൂലുള്ളയാണെല്ലാം. മുഹമ്മദ് നബിക്ക് പകരം ഒരു ഇമാമില്ല, ഒരു ശൈഖില്ല, ഒരു വലിയില്ല, ഒരു ഉസ്താദില്ല, ഒരു തങ്ങളില്ല, ഒരു ബീവിയോ ബാവയോ ഇല്ല. മുഹമ്മദ് നബിക്ക് പകരം മുഹമ്മദ് നബി മാത്രം. അത്തൗഹീദു ഫിൽ ഉലൂഹിയ്യ വത്തൗഹീദു ഫിൽ റിസാല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹ് ഐ ലാ മത്ബൂഅ ബിഹഖ്ഖിൻ ഇല്ലാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് മൂന്നാമത്തെ കാര്യം. ഇത് ലോകത്തോട് പറയാൻ, സ്വന്തം ഭാര്യ മക്കളോടെങ്കിലും പറയാൻ. ലോകത്തോട് പറയാന്ന് പറഞ്ഞാൽ മൈക്ക് കെട്ടിയിട്ട് ചെവി കെട്ടി പ്രസംഗിക്കാന്നല്ല. സ്വന്തം ഭാര്യ മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഈ കാര്യങ്ങൾ പറയുന്നവൻ, പ്രഖ്യാപിക്കുന്നവൻ. നാലാമത്തെ കാര്യം വതവാസൗ ബിസ്സബ്ർ. അതിന്റെ പേരിൽ ഏൽക്കേണ്ടി വരുന്ന അടുക്കള തൊട്ട് അങ്ങാടി വരെ, അങ്ങാടി തൊട്ട് അന്താരാഷ്ട്രം വരെ, ഭൂമി തൊട്ട് ആകാശം വരെ, അതിന്റെ പേരിൽ ഏൽക്കേണ്ടി വരുന്ന എന്ത് ബുദ്ധിമുട്ടും സഹിക്കാൻ തയ്യാറായവർ. വതവാസൗ ബിസ്സബ്ർ. ഈ നാല് ഗുണങ്ങളുള്ളവർ കാലത്തെ സാക്ഷിയാക്കിക്കൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, അവർ വിജയത്തിലാണ്. അവർക്ക് നാശം സംഭവിക്കുന്ന പ്രശ്നമില്ല, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത് വരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രീതിയിൽ കാലത്തെയും സമയത്തെയും സാക്ഷിയാക്കിക്കൊണ്ട് ലോകത്തിന് പഠിപ്പിച്ച വിഷയം തൗഹീദാണ്. അതിന് അല്ലാഹു തആല ഉപയോഗിച്ചത് മുർസലീങ്ങളുടെ റിസാലത്തിനെയാണ്. റിസാലത്തിനെ ചരിത്രവുമായിട്ട് ബന്ധിപ്പിച്ചു അല്ലാഹു തആല. ആ ചരിത്രങ്ങൾക്ക് സാക്ഷിയായി അല്ലാഹു അഅമാലുകളെ തർത്തീബാക്കി ഈ ഉമ്മത്തിനെ ഏൽപ്പിച്ചു, മുഹമ്മദി ഉമ്മത്തിനെ. ഒന്നാമത്തെ റിസാലത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റിസാലത്താണ്. കാലചരിത്രത്തിൽ 4 ഘട്ടങ്ങൾ, 4 പിരീഡുകൾ നമുക്ക് കാണാം. ഒന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട നൂഹ് നബി വരെയുള്ള കാലഘട്ടത്തിന്റെ ശൈശവഘട്ടം, കുട്ടിക്കാലം. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിന്റെ ഒരു റസൂല് വന്നതായിട്ട് നമുക്ക് വിവരമില്ല. ഒരു റസൂല് വന്നിട്ടില്ല ആ കാലഘട്ടത്തിൽ. ആദം നബി റസൂലല്ല, ഇദ്രീസ് നബി റസൂലല്ല, ശീസ് നബി റസൂലല്ല. എന്താ കാര്യം? ആ കാലഘട്ടത്തിൽ ഒന്നും ആകാശലോകത്ത് മനുഷ്യൻ അള്ളാഹ്ക്ക് കൊടുത്ത കരാറ് ലംഘിക്കപ്പെട്ടിട്ടില്ല. എന്താണ് ആകാശലോകത്ത് വെച്ച കരാർ? ഫഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ. നിങ്ങളുടെ റബ്ബാരൻ, ഞാൻ ആരാണ് നിങ്ങളുടെ? അപ്പൊ നമ്മൾ എല്ലാവരും അന്ന് പറഞ്ഞു, നീ ഞങ്ങളുടെ റബ്ബാണ്. ഖാലൂ റബ്ബുനല്ലാഹ് തുമ്മ ഇസ്തഖാമു. ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രഖ്യാപനം അല്ലാഹു റബ്ബാണെന്ന് അംഗീകരിക്കലാണ്.
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് രണ്ടാമത്തെ വിഷയമാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടി വന്നിട്ടില്ല. ആദം നബിക്ക് ശേഷം ശീസ് നബിന്റെ കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ച ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇദ്രീസ് നബിന്റെ കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ച ചെയ്യേണ്ടി വന്നിട്ടില്ല. വദ്ദിന്റെയും സുവായിന്റെയും യഹൂക്കിന്റെയും യഹൂസിന്റെയും കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ച ചെയ്യേണ്ടി വന്നിട്ടില്ല. അടിസ്ഥാന വിഷയത്തിൽ അവർ ഉറച്ചു നിന്നതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രയോഗത്തിന് വന്നില്ല. അടിസ്ഥാന വിഷയം റബ്ബുനല്ലാഹ്, അള്ളാഹുവാണ് എന്റെ റബ്ബ് എന്ന് അംഗീകരിക്കലാണ്. ആദ്യത്തെ വിഷയം അതാണ്. അടിസ്ഥാന വിഷയം അതാണ്. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരോട് അള്ളാഹു കൽപ്പിച്ച ഒന്നാമത്തെ വിഷയം അള്ളാന്റെ റുബൂബിയത്ത് അംഗീകരിക്കലാണ്. ഖാലൂ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. അതാണ് അടിസ്ഥാനം. ആദം അലൈഹി സ്വലാത്തു വസ്സലാം മക്കൾക്ക് പഠിപ്പിച്ചത് റബ്ബുനല്ലാഹ്. ശീസ് നബി മക്കൾക്ക് പഠിപ്പിച്ചത് റബ്ബുനല്ലാഹ്. ഇദ്രീസ് നബി മക്കൾക്ക് പഠിപ്പിച്ചത് റബ്ബുനല്ലാഹ്. ഈ റബ്ബുനല്ലാഹിൽ നിന്ന് ഇസ്ലാമിന്റെ അടിസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് മാറിയത് എപ്പോഴാണ്? പഠിക്കണം. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ആൾക്കാരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയെ ദിക്ർ ഹൽക്കയിലും ബിരിയാണിയിലും ഒതുക്കി ഷിയാക്കൾ. മുഹമ്മദുർ റസൂലുള്ളാഹിയെ സ്വലാത്ത് ഹൽക്കയിലും ബിരിയാണിയിലും ഒതുക്കി ഷിയാക്കൾ. ഏതാണ്ട് 1200 1100 കൊല്ലത്തെ കേരളത്തിന്റെയും കർണാടകത്തിന്റെയും മറ്റും പാരമ്പര്യം അതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ ചർച്ച ചെയ്യപ്പെട്ടപ്പോഴാണ് ഇത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് വന്നത്. ഒരു 300 കൊല്ലത്തിനിപ്പുറം. അപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അല്ലാഹു റബ്ബുനല്ലാഹിലൊക്കെ ചർച്ച ചെയ്തിരുന്നത്. അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ വിശദമായി നാം പഠിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 10 തലമുറകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള അവസരം ഉണ്ടായേണ്ടി വന്നില്ല. അതിനുവേണ്ടി ഒരു റസൂൽ ഇറക്കേണ്ടി വന്നില്ല. 11ാമത്തെ തലമുറയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. എന്താണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരാൻ കാരണം? എന്താണ് സമൂഹം ചെയ്ത തെറ്റ് എന്ന് നാം പറയുന്നുണ്ട്. ഈ വിഷയമാണ്. ആ വിഷയം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അത് വ്യക്തമായി നാം മനസ്സിലാക്കുകയും അത് തെളിയിക്കുകയും ചെയ്തേ പറ്റൂ. 11ാമത്തെ തലമുറയിൽ നൂഹ് നബിയെ റസൂലാക്കിക്കൊണ്ട് അല്ലാഹു തആല പറഞ്ഞത് ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി അൻ അൻദിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം. ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമി. രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ്. മനുഷ്യ ചരിത്രത്തിന്റെയും ഇസ്ലാമിക ചരിത്രത്തിന്റെയും ബാല്യദശത്തിലേക്ക് കടക്കുകയാണ് നൂഹ് നബിന്റെ റിസാലത്തോടുകൂടി. ഒന്നാമത്തെ റസൂല് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, 4ാമത്തെ നബിയും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ച ചെയ്യേണ്ടി വന്നു. അതിനാണ് നൂഹ് നബിയെ റിസാലത്തും കൊണ്ടയച്ചത്. ഇന്നാ അർസൽനാ, നാം റസൂലാക്കി നിയോഗിച്ചു നൂഹിനെ. അതിനു മുമ്പ് അങ്ങനത്തെ ഒരു പ്രയോഗം അല്ലാഹു നടത്തിയിട്ടില്ല. നൂഹ് നബിക്ക് മുമ്പ് അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടായിട്ടില്ല. റസൂലിന്റെ പ്രയോഗമേ ഉണ്ടായിട്ടില്ല. നൂഹിനെയാണ് നാം റസൂലാക്കി നിയോഗിച്ചത് ഇലാ ഖൗമിഹി, അദ്ദേഹത്തിന്റെ ജനതയിലേക്ക്. എന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹം വന്നത്. അൻ അൻദിർ ഖൗമക, നിങ്ങളെ ഖൗമിനെ മുന്നറിയിപ്പ് കൊടുക്കാൻ. നിങ്ങളെ ഖൗമിനെ മുന്നറിയിപ്പ് കൊടുക്കണം. മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം, വേദനയുള്ള ശിക്ഷ പിടികൂടുന്നതിന് മുമ്പ് നിങ്ങളെ ഖൗമിനെ തിരുത്ത് എന്ന് പറഞ്ഞിട്ടാണ് നൂഹ് നബിയെ നാം റസൂലാക്കി നിയോഗിച്ചത്. എന്തായിരുന്നു ആ ഖൗമ് ചെയ്ത തെറ്റ്? അതാണ് ഇസ്ലാമിക ചരിത്രത്തിന്റെ അലിഫ്, തുടക്കം അതാണ്. നൂഹ് നബിന്റെ ഖൗം എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നൂഹ് നബിയെ ഒന്നാമത്തെ റസൂലാക്കി നിയോഗിച്ചത്? ഈ റിസാലത്തിന്റെ 313ാമത്തെ പട്ടമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒന്നാമത്തെ പട്ടം റിസാലത്തിന്റെ, അത് നൂഹ് നബിക്കാണ്. അതിന്റെ 313ാമത്തെ പട്ടമാണ് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖായ മുത്തായ മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾക്കുള്ളത്. അന്ന് നൂഹ് നബി എന്താണോ തിരുത്തിയത് അത് തന്നെയാണ് മുഹമ്മദ് മുസ്തഫാക്കും തിരുത്തേണ്ടി വന്നത്. അതിന്റെ ഇടയിൽ വന്ന 311 മുർസലീങ്ങൾക്കും തിരുത്തേണ്ടി വന്നത്. എന്താണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഇത്ര വലിയ ഗൗരവമുള്ള തെറ്റെന്താണ്? അവർ കൃത്യമായി നിസ്കരിക്കുന്നവരായിരുന്നു ആദമി ശരീഅത്ത് അനുസരിച്ച്. കൃത്യമായി നോമ്പ് നോക്കുന്നവരായിരുന്നു നൂഹ് നബിന്റെ ഖൗം ആദമി ശരീഅത്ത് അനുസരിച്ച്. കൃത്യമായി ദിക്ർ തസ്ബീഹാത്തുകൾ ചെയ്യുന്നവരായിരുന്നു. സ്വർഗം ചോദിക്കുന്നവരും നരകത്തെ തൊട്ട് കാവലിനെ തേടുന്നവരുമായിരുന്നു. പള്ളിയും മദ്രസയും ദർസും കോളേജും എല്ലാം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഇറാഖിൽ. ആ സമൂഹത്തിലേക്കാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി റസൂലായിട്ട് വരുന്നത്.
ആ സമൂഹത്തിൽ ഉലമാക്കൾ ഉണ്ടായിരുന്നു, ഷെയ്ഖുനമാരുണ്ടായിരുന്നു, മൗലാനമാരുണ്ടായിരുന്നു, വലിയ വലിയ ഖാദിമാരുണ്ടായിരുന്നു, വലിയ വലിയ ഉസ്താദുമാരുണ്ടായിരുന്നു, മുഅല്ലിമീങ്ങൾ ഉണ്ടായിരുന്നു, മുദരിസുകൾ ഉണ്ടായിരുന്നു. വിശദിക്കാൻ ഒക്കുമോ നമുക്കായിരിക്കെങ്കിലും അക്കാര്യം? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 11ാമത്തെ തലമുറ, 10ാമത്തെ തലമുറ പ്യൂർ തൗഹീദിൽ നിന്ന് വന്ന മക്കളല്ലേ അവര്? എന്നിട്ടും അവരിലേക്ക് റസൂലിനെ നിയോഗിക്കേണ്ടി വന്നു കടുകടുത്ത ശിക്ഷാ നടപടിയുമായിട്ട്. എന്ത് തെറ്റിയതിന്റെ പേരിലാണ്? വല്ലാഹി 5 ഔലിയാക്കളുടെ ജാറത്തിൽ ചെന്ന് ഇലാഹ നടത്തി പറഞ്ഞു എന്നത് മാത്രമാണ് അവർ ചെയ്ത തെറ്റ്. വേറൊരു തെറ്റ് നിങ്ങൾക്ക് ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല. തെളിയിക്കാൻ പറ്റുമെന്ന് തെളിയിക്കുക, ഹദീസ് കൊണ്ട് തെളിയിക്കാൻ പറ്റുകയില്ല. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നൂഹ് നബിന്റെ ഖൗമിലേക്ക് റസൂലിനെ അയച്ചത്? മുനീബിനെ അൻഅൻദിർ ഖൗമക്ക്, നിങ്ങളുടെ ഖൗമിനെ മുന്നറിയിപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞത് നൂഹ് നബിന്റെ ഖൗം എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? പരിശുദ്ധ ഖുർആൻ കൊണ്ട് എന്ത് തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റുമോ? ലൂത്ത് നബിന്റെ ഖൗം ചെയ്ത തെറ്റ് ഖുർആനിലുണ്ട്, മൂസ നബിന്റെ ഖൗം ചെയ്ത തെറ്റ് ഖുർആനിലുണ്ട്, ശുഐബ് നബിന്റെ ഖൗം ചെയ്ത തെറ്റ് ഖുർആനിലുണ്ട്. ഓരോ നബിമാരും റസൂലായിട്ട് വരുമ്പോൾ ആ ഖൗം ചെയ്ത തോന്നിയവാസ്യങ്ങളെ അല്ലാഹു തആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ രീതിക്ക് നൂഹ് നബിന്റെ ഖൗം ചെയ്ത തോന്നിയവാസങ്ങൾ എന്താണ് അല്ലാഹു എടുത്തു പറഞ്ഞത്? ഈ 5 ജാറങ്ങളിൽ ചെന്ന് ജാഹു ബർക്കത്ത് പറഞ്ഞു എന്നല്ലാതെ, ഈ 5 ദർജകളിൽ ചെന്നിട്ട് ജാഹു ബർക്കത്ത് പറഞ്ഞു എന്നല്ലാത്ത വേറെ എന്തെങ്കിലും ഒരു തെറ്റ് ഇത്ര കടുകടുത്ത മുന്നറിയിപ്പുമായി നൂഹ് നബിയെ അയക്കാൻ ഖുർആനിലോ ഹദീസിലോ താരീഖ് ചരിത്രത്തിലോ തെളിയിക്കാൻ പറ്റുമോ? തെളിയിക്കണം. അപ്പോഴാണ് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് വത്രാസ് മനസ്സിലാകുക. എന്നിട്ട് ബഹുമാനപ്പെട്ട നൂഹ് നബി അവരോട് പറഞ്ഞു, മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അല്ലാഹു അല്ലാത്തൊരു ഇലാഹ് നിങ്ങൾക്കില്ല. അതിനു മുമ്പ് വരെയും അല്ലാഹു റബ്ബുന എന്ന് പറഞ്ഞ ഖൗമിന്റെ പേരക്കുട്ടികളാണ് അവർ. ആദം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് അല്ലാഹു റബ്ബുന റബ്ബുനല്ലാഹ്, ഇദ്രീസ് നബിന്റെ കൂട്ടർ പറഞ്ഞത് റബ്ബുനല്ലാഹ്, ശീസ് നബിന്റെ കൂട്ടർ പറഞ്ഞത് റബ്ബുനല്ലാഹ്. നൂഹ് നബിന്റെ കാലഘട്ടത്തിൽ എത്തിയപ്പോൾ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ കാര്യം? ജാറങ്ങളിലുള്ളവരെ ഇലാഹുകളാക്കിയ ഖൗമ്. ഇലാഹുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനെ സ്വന്തമാക്കാൻ ഒന്നിക്കിൽ ഇടക്ക് നിർത്തുക, അല്ലെങ്കിൽ നേർക്ക് നേരെ സഹായത്തിന് ചോദിക്കുക. ഇതാണ് ഇലാഹുകൾ. 5 ഔലിയാക്കളോട്, 5 ഔലിയാക്കളെ ദർഗകളിൽ ചെന്നിട്ട് തങ്ങളെ എന്റെ കാര്യമൊന്ന് നന്നാക്കി തരണമെന്ന് ഒദ്ദിനോട് പറഞ്ഞവർ, സുവായിനോട് പറഞ്ഞവർ, യഊക്കിനോടും യഹൂസിനോടും പറഞ്ഞവർ. പരിശുദ്ധ ഖുർആൻ ഈ 5 പേര് സൂറത്തുൻ നൂഹിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് സാങ്കല്പികമല്ല, ഏതെങ്കിലും പ്രാസംഗികന്റെ വക സങ്കല്പമല്ല അത്. അന്ന് മൗലാനമാരും ശൈഖുനമാരും രംഗത്തിറങ്ങി നൂഹ് നബിക്കെതിരിൽ. എന്നിട്ട് സമൂഹത്തെ വിളിച്ചുകൂട്ടി ജാറത്തിൽ ചെന്ന് ഇലാഹ നടത്തി പറഞ്ഞു കൊടുക്കുന്ന ഉസ്താദുമാരെയും അനുയായികളെയും വിളിച്ചുകൂട്ടിയിട്ട് മൗലാനമാര് പ്രസംഗിച്ചത് ഖുർആനിലുണ്ട്. എന്താ മൗലാനമാര് പ്രസംഗിച്ചത്? ലാ തദറുന്ന ആലിഹത്തക്കും, നിങ്ങൾ ഇസ്തിഗാസയും തവസ്സുലും ചെയ്യുന്ന ഈ മഹാന്മാരെ കൈവിട്ടേക്കണ്ട കേട്ടോ. വലാ തദറുന്ന വദ്ദ, ഈ മഹാനായ വദ്ദ് തങ്ങളെ കൈവിടേണ്ട കേട്ടോ. വലാ യഊഖ, യഊഖ് തങ്ങളെ കൈവിടേണ്ട കേട്ടോ. വലാ യഗ്മൂസ വനസ്ര, ഈ വദ്ദ് ഈ യഊസ് തങ്ങളെ, ഈ നസ്ർ തങ്ങളെ കൈവിട്ടേക്കണ്ട കേട്ടോ. അവര് പ്രസംഗിച്ചെന്ന് ഖുർആൻ പറഞ്ഞതാ. ഖാലൽ മലഉല്ലദീന കഫറൂ മിൻ ഖൗമി നൂഹ്, ജാറങ്ങളെ കൊണ്ട് ദർഗകളെ കൊണ്ട് കാഫിറായി പോയ അവരുടെ മൗലാനമാര് പ്രസംഗിച്ചു എന്നാ ഖുർആൻ പറഞ്ഞത്. وقال الذين كفروا وقال الذين كفروا وقال الملأ الذين كفروا من قوم نوح, നൂഹ് നബിന്റെ ഖൗമിൽ നിന്നുള്ള മലഉകളായ കാഫിരീങ്ങളുണ്ട്. മലഉകൾ മൗലാനമാർ, ശൈഖുനമാർ, അവരെ അല്ലാഹു കാഫിർ എന്നാണ് വിശേഷിപ്പിച്ചത്. അല്ലദീന കഫറു, ആരെയാണ് അല്ലാഹു തആല കാഫിർ എന്ന് വിളിച്ചത്? ഇവിടെ മുസ്ലിമീങ്ങളെ, നിസ്കരിക്കുന്നവരെ, നോമ്പ് നോക്കുന്നവരെ, സക്കാത്ത് കൊടുക്കുന്നവരെ, ദിക്ർ തസ്ബീഹത്ത് ചെയ്യുന്നവർ, പള്ളിയിൽ ഇത്തികാഫിരിക്കുന്നവർ, ആഖിറത്തിൽ രക്ഷപ്പെടുമെന്ന് അല്ലാഹുവോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അവരെയാണ് അല്ലാഹു ഇവിടെ കാഫിർ എന്ന് വിളിച്ചത്. ഒറ്റ കാരണത്താൽ അവർ ജാറത്തിൽ ചെന്ന് ദർഗയിൽ ചെന്ന് ഇലാഹ നടത്തി പറയുമായിരുന്നു. ഒറ്റ കാരണത്താൽ. ചരിത്രം മുന്നോട്ട് നീങ്ങി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തുടക്കക്കാരൻ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ കാലഘട്ടവുമായിട്ട് അല്ലാഹു തആല ഒരു അമലിനെ ബന്ധിപ്പിച്ചില്ല. നൂഹ് നബിന്റെ കാലഘട്ടത്തെ മുഹമ്മദി ഉമ്മത്ത് ഓർമ്മിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഇബാദത്ത് അതുമായിട്ട് കണക്ട് ചെയ്തില്ല. എന്തുകൊണ്ട്? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അഭിമുഖീകരിക്കേണ്ടി വന്നത് മൗലാനമാരെയാണ്, അധികാരികളെയല്ല, രാഷ്ട്രീയക്കാരെയല്ല. അന്ന് രാഷ്ട്രീയക്കാരെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്. ഭരണകൂടത്തിനെതിരായി സംസാരിക്കേണ്ടി വന്നിട്ടില്ല നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്.
ഭരണകൂടത്തിന്റെ സാമ്പത്തിക രാഷ്ട്രീയ ജീർണതകൾക്കെതിരായി സംസാരിക്കേണ്ടി വന്നിട്ടില്ല. മറിച്ച് ഉമ്മത്തിനെ നയിക്കുന്ന പണ്ഡിതന്മാരോടാണ് ബഹുമാനപ്പെട്ട നൂഹ് നബിക്ക് സംസാരിക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഈ ഉമ്മത്തിന് ഖിയാമത്ത് നാൾ വരെ അത് കൃത്യമായി തുടരണം എന്നതാണ് അള്ളാഹു ആഗ്രഹിച്ചത്. അത് ഏതെങ്കിലും ഒരു മാസത്തിലോ ദിവസത്തിലോ ഇബാദത്തായിട്ട് ചുരുക്കാൻ പറ്റൂല നൂഹ് കാലഘട്ടത്തെ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിന്റെ ചരിത്രമായിട്ട് ഒരു നോമ്പോ ഒരു നിസ്കാരോ വേറെ എന്തെങ്കിലും അമലോ ബന്ധിപ്പിച്ചിട്ടില്ല. പിന്നീട് ചരിത്രത്തിൽ വരുന്നത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 3 ആൺമക്കളുടെ കൂട്ടത്തിൽ ഒരാളുടെ പേരക്കുട്ടിയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നതും ഇറാഖിൽ തന്നെയാണ്. ഉപ്പുപ്പ വന്ന അതേ സ്ഥലത്താണ്. നൂഹ് നബിയാകുന്ന ഉപ്പുപ്പ കാലങ്ങൾ കഴിച്ചു കൂട്ടിയ അതേ സ്ഥലത്താണ്. ആ ഇറാഖിൽ വെച്ച് ബഹുമാനപ്പെട്ട നൂഹിന് ഇബ്രാഹിം നബിക്കും പറയേണ്ടി വന്നത് എന്താണ്? ഉപ്പുപ്പ നൂഹ് പഠിപ്പിച്ച അള്ളാഹു തന്നെ മതി റബ്ബായിട്ട്. ആ റബ്ബിനെ സ്വാധീനിക്കാൻ ഇടയിൽ വേറൊരാള് വേണ്ട. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം പ്രസ്താവിച്ചു ലി അബീഹി ബാപ്പാനോട് വ ഖൗമിഹി ഖൗമിനോടും ഇന്നി ബൈനനി ബറാഉൻ മിമ്മാ തഅബുദൂൻ, നിങ്ങൾ ഈ ചെയ്യുന്ന തോന്നിവാസത്തിൽ നിന്ന് ഞാൻ ഒഴിവാണ്. ഞാൻ അംഗീകരിച്ചെന്ന പ്രശ്നമില്ല. അവർ അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരായിരുന്നു. അള്ളാഹിന്റെ റുബൂബിയ്യത്ത് അംഗീകരിക്കുന്നവരായിരുന്നു. അള്ളാഹുവാണ് ഖാലിഖ് എന്ന് അംഗീകരിക്കുന്നവരായിരുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിന്റെ ചരിത്രപരമായ പ്രത്യേകത എന്താണ്? ഒരേ സന്ദർഭത്തിൽ 2 വിഭാഗത്തെ നേരിടേണ്ടി വന്നു ഇബ്രാഹിം. ഒന്ന്, സമൂഹത്തിലെ പൗരോഹിത്യത്തെ മൗലാനമാരെ ശൈഖുനമാരെ ജാറങ്ങൾ വെച്ചുകൊണ്ട് സമൂഹത്തെ വഞ്ചിക്കുന്ന ചതിയന്മാരെ. രണ്ടാമത് നേരിടേണ്ടി വന്നത് രാഷ്ട്രീയക്കാരെ. രാഷ്ട്രീയത്തിന്റെ തലപ്പത്തിരിക്കുന്നത് ആസറാണ്. പൗരോഹിത്യത്തിന്റെ തലപ്പത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിന്റെ ബാപ്പ ആസറ. അപ്പുറത്തുള്ളതോ ഭരണകൂടത്തിന്റെ തലപ്പത്തിരിക്കുന്നത് നമ്രൂദാണ്. രാഷ്ട്രീയാധികാരത്തിന്റെ തലപ്പത്ത് നമ്രൂദും ആത്മീയാധികാരത്തിന്റെ തലപ്പത്ത് ആസറും. ഇബ്രാഹിം നബിന്റെ ബാപ്പ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബാപ്പാക്കാണ് സ്വാധീനം കൂടുതൽ. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദിനെ വിളിച്ചിട്ടല്ല സംസാരിച്ചത്, ബാപ്പാനെ വിളിച്ചിട്ടാണ് സംസാരിച്ചത്. യാ അബത്തി, ഓ ബാപ്പ, ഇന്നനി ബറാഉൻ മിമ്മാ തഅബുദു, നിങ്ങൾ ഈ പറയുന്ന ഈ ഇലാഹത്രത്വം എനിക്ക് യോജിപ്പില്ല. എന്ത് വിഷയത്തിലും അള്ളാഹു മാത്രം മതി. അവർ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭ്രാന്തനാക്കി. മോൻ, ബാപ്പ എന്താ പറഞ്ഞത്? ആസർ, എടാ ഇബ്രാഹിം, അൽജുമന്നക വഹ്ജുർനി മലിയ, നീ അത് തോന്നിവാസമാണെന്നാ പറയുന്നത്. നമ്മുടെ കാക്ക കാരണവന്മാരൊന്നും പറഞ്ഞിട്ടില്ലാത്ത, നമ്മുടെ ഉപ്പുപ്പമാര് പറഞ്ഞിട്ടില്ലാത്ത പുതിയൊരു ആരോപണമാണല്ലോടാ അള്ളാഹു മാത്രം മതി എന്ന ആരോപണം. നീ നിർത്തിയിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ എറിഞ്ഞ് ചെടിപ്പെടുത്തി കളയുമെന്ന് ഇബ്രാഹിം നബിന്റെ ബാപ്പ പറഞ്ഞത്. വഹ്ജുർനി മലിയ, നീ എന്നെ വെറുതെ വിട്ടേക്കണം. നീ എന്റെ സ്വഭാവം നീ കാണിക്കണ്ട. അവിടെ മൗലാനമാരാണ് സംസാരിക്കുന്നത്, നമ്രൂദല്ല സംസാരിക്കുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ചരിത്രം വീണ്ടും മുന്നോട്ട് പോയി. അതെ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തെ അല്ലാഹു തആല ഇബാദത്തുമായി ബന്ധിപ്പിച്ചു മുഹമ്മദി ഉമ്മത്തിനെ ഓർമ്മിപ്പിക്കാൻ. അതാണ് ഹജ്ജ്. ശവ്വാൽ 1 മുതൽ ദുൽഹജ്ജ് 13 വരെയുള്ള 2.5 മാസക്കാലം ഇബ്രാഹിം ഈ കാലഘട്ടത്തെ ഓർമ്മിക്കാനുള്ളതാണ്. അതേ, ഹജ്ജ് മുവഹിദീങ്ങൾക്കുള്ളതാണ്, ജാറക്കാർക്കുള്ളതല്ല, ദർഗക്കാർക്കുള്ളതല്ല. ഹജ്ജ് മുവഹിദുകൾക്കുള്ളതാണ്. ഹജ്ജ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദർഗകളിൽ നിന്ന് കഅബാലയത്തെ ശുദ്ധിയാക്കി ഹജ്ജ് പ്രഖ്യാപിച്ച രംഗം. വഅദാനും മിനല്ലാഹി വറസൂലിഹി ഇലന്നാസി യൗമൽ ഹജ്ജിൽ അക്ബർ. ആ മഹത്തായ ഹജ്ജിന്റെ ദിവസം അള്ളാന്റെ ഭാഗത്ത് നിന്ന് അനൗൺസ് ഉണ്ടായി, പ്രവാചകന്റെ ഭാഗത്തു നിന്നും അനൗൺസ് ഉണ്ടായി. എന്താണ് അനൗൺസ്? തീർച്ചയായും അള്ളാഹു നിങ്ങളിൽ നിന്നും നിങ്ങളുടെ പൂർവ്വ പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിവാൻ. മുശ്രിക്കീങ്ങൾ അടുത്ത കൊല്ലം മുതൽ ഒരു കാരണവശാലും ദർഗന്റെ ആൾക്കാർ അടുത്ത കൊല്ലം മുതൽ ഹജ്ജിന് വരാൻ പാടില്ല. പിന്നെ സൂറത്ത് തൗബ ചരിത്രം പറഞ്ഞ സമയം പോകും. ഞാൻ ചോദിക്കട്ടെ, നിസ്കാരം നുബുവത്തിന്റെ 8-ാം കൊല്ലം ഹിജ്റക്ക് മുമ്പ് ഫർളാക്കി. നോമ്പ് നുബുവത്തിന്റെ 2-ാം കൊല്ലം ബദർ യുദ്ധം നടന്ന മാസം ശഅബാൻ. റമളാനിന് മുമ്പ് ശഅബാൻ മാസം റമളാൻ മാസം നിർബന്ധമാക്കി. ഉടൻ തന്നെ സക്കാത്ത് നിർബന്ധമാക്കി, ഫിത്ർ സക്കാത്ത്. ഉടൻ തന്നെ മുതലിന്റെ സക്കാത്തും ഫർളാക്കി. ഹജ്ജ് അല്ലാഹു തആല നിർത്തിവെച്ച്. എന്താ കാര്യം? നിസ്കാരവും സക്കാത്തും നോമ്പും ഫർളാക്കിയ റബ്ബ് ഹജ്ജിനെ നിർത്തിവെക്കാൻ കാരണം എന്താ? ഹജ്ജ് നിർവഹിക്കേണ്ടത് ഇസ്ലാമിന്റെ തലസ്ഥാനത്ത് വെച്ചാൽ.
അത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സ്ഥാപിച്ച തൗഹീദിന്റെ ഭവനമാണ്. ആ ഭവനത്തിൽ ചെന്നിട്ട് വേണം ഹജ്ജ് നിർവഹിക്കാൻ. മദീനയിൽ നിന്ന് മുഹമ്മദുർ റസൂലുള്ള ഹജ്ജിന് പോകണമെങ്കിൽ ദർഗകളിൽ നിന്ന് കഅബാലയത്തെ ശുദ്ധിയാക്കണം. ദർഗകളിൽ നിന്ന് കഅബാലയത്തെ ശുദ്ധിയാക്കണം. അതായത് കഅബാലയത്തിന്റെ പരിസരത്ത് നിന്ന് ദർഗകളെ മുഴുവനും മാറ്റിയിട്ട് വേണം അഷ്റഫുൽ ഖൽഖ് ഹജ്ജിനെത്താൻ. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, അള്ളാഹിന്റെ തീരുമാനമാണ്. ഹിജ്റയുടെ 9-ാം കൊല്ലം അഷ്റഫുൽ ഖൽഖ് ഹജ്ജിന് പോകുമെന്ന് വിളംബരമുണ്ടായി. ഹജ്ജിന് വേണ്ടി അഷ്റഫുൽ ഖൽഖ് ഒരുങ്ങി. നൂറുകണക്കിന് മുഅ്മിനീങ്ങളും നൂറുകണക്കിന് ദർഗന്റെ ആൾക്കാരും ഹജ്ജിന് വേണ്ടി അഷ്റഫുൽ ഖൽഖിനോടൊപ്പം പോകാൻ വേണ്ടി ഒരുങ്ങി. മനസ്സിലാകുന്നത് എന്താണ്? അഷ്റഫുൽ ഖൽഖിന്റെ കൂട്ടത്തിലുള്ളത് ഒന്ന് മുവഹിദുകളാണ്, പിന്നൊന്ന് പാരമ്പര്യക്കാരാണ്. പാരമ്പര്യ മുസ്ലിമീങ്ങൾ, ഖുറൈശികൾ, ഖസ്റജുകാര്, ഔസുകാര്, അവരൊക്കെ പാരമ്പര്യക്കാരാണ്. ഇബ്രാഹിം മില്ലത്തിന്റെ ആൾക്കാരാണ്, ഇബ്രാഹിമി ശരീഅത്തിന്റെ ആൾക്കാരാണ്. അവരെ അള്ളാഹു മുശ്രിക്കെന്നും കാഫറെന്നും വിളിച്ചു. ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ് വൽ മുശ്രിക്കീൻ. എന്താ കാര്യം? അവർ നിസ്കരിച്ചോടൊപ്പം, നോമ്പിനോടൊപ്പം, സക്കാത്തിനോടൊപ്പം ദർഗയിൽ ചെന്നിട്ട് ഇലാ ഹളറത്തി പറയുമായിരുന്നു അവർ. അതുകൊണ്ടാണ് അള്ളാഹു മക്കത്തെ മുശ്രിക്കുകളെ മുശ്രിക്കെന്ന് വിളിച്ചത്. ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന വിഷയം റസൂലുള്ളാഹി തങ്ങൾ അറിഞ്ഞു. ദർഗന്റെ ആൾക്കാരെയും കൂട്ടിയിട്ട് മക്കത്തേക്ക് പോകാൻ അഷ്റഫുൽ ഖൽഖിന് താല്പര്യമുണ്ടായില്ല. അഷ്റഫുൽ ഖൽഖ് ഹജ്ജ് നിർത്തിവെച്ചു. ആ ഹജ്ജ് സംഘത്തിന്റെ നേതാവായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മുഅ്മിനീങ്ങളും ഒപ്പം പാരമ്പര്യക്കാരും, ഇന്ന് പറഞ്ഞാൽ സെൽഫികളും ഇവിടുത്തെ ഖബർ ആരാധകന്മാരും ഇന്നത്തെ ചരിത്രവുമായിട്ട് കൂട്ടിവെച്ചാൽ അബൂബക്കർ സിദ്ദീഖോടൊപ്പം 2 വിഭാഗമാണ് പോയത്. ഒന്ന് സെൽഫികൾ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മുവഹിദുകൾ, കുറച്ചാൾക്കാർ. രണ്ടാമത്തത് പാരമ്പര്യക്കാർ, ഷിയാക്കൾ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരാണ് ഭൂരിപക്ഷം. അബൂബക്കർ സിദ്ദീഖോടൊപ്പം അവരും പോയി ഹജ്ജിന്റെ സമയം. മക്കത്തെത്തിയപ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത്. അടുത്ത കൊല്ലം മുതൽ ഒരു കാരണവശാലും മുശ്രിക്കീങ്ങൾ ഹജ്ജിന് വരാൻ പാടില്ല എന്ന് വെച്ചാൽ ഹിന്ദുക്കൾ ഹജ്ജിന് വരാൻ പാടില്ല എന്നാ. എന്താ അർത്ഥം വെക്കേണ്ടത്? കുഞ്ഞിരാമൻ ആരും ഹജ്ജിന് വരാൻ പാടില്ല എന്നാണ് ആ വാക്കിന്റെ അർത്ഥം? അതോ വർഗീസുമാര് വരാൻ പാടില്ല എന്നോ? എന്താ കൂട്ടരെ മനസ്സിലാക്കാത്തത്? അന്ന് ഹജ്ജിന് പോയിക്കൊണ്ടിരുന്നത് ആരായിരുന്നു? ഹിന്ദുക്കളായിരുന്നോ? ക്രിസ്ത്യാനികളായിരുന്നോ? മജൂസികളായിരുന്നോ? റോമിൽ നിന്ന് ക്രിസ്ത്യാനികൾ വന്നിട്ടുണ്ടോ ഹജ്ജിന്? യസ്രിബിൽ നിന്ന് ജൂതന്മാർ വന്നിട്ടുണ്ടോ ഹജ്ജിന്? ആരാണ് ഹജ്ജിന് പോയത്? ഇബ്രാഹിമി ശരീഅത്തനുസരിച്ച് ജീവിക്കുന്ന പാരമ്പര്യ മുസ്ലിമീങ്ങൾ, ഇന്നത്തെ മുസ്ലിമീങ്ങളെ പോലെ, ജാറത്തിന്റെ മുസ്ലിമീങ്ങൾ 98% പോലെ. ഈ 2 കൂട്ടരും അബൂബക്കർ സിദ്ദീഖിനോടൊപ്പം ഹജ്ജിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഓർഡർ. ഖുർആന്റെ ആയത്ത് സൂറത്ത് തൗബ. അലി റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞു വിട്ടു മക്കത്തേക്ക് റസൂലുള്ളാഹി തങ്ങൾ. ഈ കാര്യം പ്രഖ്യാപിക്കാൻ അബൂബക്കറിനെ ഏൽപ്പിക്കാൻ. കഅബാലയത്തെ സാക്ഷിയാക്കിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അടുത്ത കൊല്ലം മുതൽ ഒരു കാരണവശാലും ജാറക്കാരും ഹജ്ജിന് വരാൻ പാടില്ല. ഇന്ന് തൗഹീദിന്റെ വീടാണ് ഇന്ന് മുതൽ, അല്ലേ? ഒരൊറ്റ ജാറോ ഇല്ലാതെ പൊളിച്ച് തരിപ്പണമാക്കി നശിപ്പിച്ച് വഹദാനിയത്തിന്റെ വീടാക്കിയില്ല കഅബാലയം. അങ്ങനല്ലേ പിറ്റത്തെ കൊല്ലം അഷ്റഫുൽ ഖൽഖ് ഹജ്ജിന് പോകുന്നത്? അഷ്റഫുൽ ഖൽഖ് ഹജ്ജിന് പോകുന്ന സമയത്ത് ഇലാ ഹളറത്തിന്റെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടായിരുന്നോ? കംപ്ലീറ്റ് മുവഹിദുകളായിരുന്നില്ലേ പിറ്റത്തെ കൊല്ലം? എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ 3 മാസമല്ലേ ജീവിച്ചിട്ടുള്ളൂ. ദുൽഹജ്ജ് കഴിഞ്ഞ് മുഹറം, സഫർ, റബീഉൽ അവ്വൽ 12 വഫാത്തായില്ലേ? 3 മാസമല്ലേ ഹജ്ജും കഴിഞ്ഞിട്ട് ജീവിച്ചിട്ടുള്ളൂ. എന്താ കൂട്ടരെ ചരിത്രം പഠിക്കാത്തത്? വെറും പാരമ്പര്യം മാത്രം പഠിച്ചിട്ട് നിസ്കാരം നോമ്പ് എന്ന് പറഞ്ഞ് നടക്കുന്നെന്താ? അതേപോലെ തന്നെ സെൽഫികൾ തൗഹീദ് പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്നത് എന്താ? കാര്യം വ്യക്തമാവട്ടെ. മുഹമ്മദ് മുസ്തഫ തങ്ങൾ ജനിച്ചത് ഏത് മതത്തിലാണ്? ഹിന്ദു മതത്തിലാണോ? ക്രിസ്തു മതത്തിലാണോ? ജൂതമതത്തിലാണോ മുഹമ്മദ് മുസ്തഫ തങ്ങൾ ജനിച്ചത്? നിങ്ങളെന്താ വിശ്വസിച്ചിരിക്കുന്നത്? അറിയില്ല, പഠിച്ചിട്ടില്ല. ഇവിടുത്തെ ദീർഘക്കാരായ പുരോഹിതന്മാര് പറഞ്ഞത് അവർ ഹിന്ദുക്കളെ പോലെയാണെന്നാ. അപ്പൊ ഹിന്ദു കുടുംബത്തിൽ ജനിച്ചാലാണ് മുഹമ്മദ് നബി എന്നാണ് അംഗീകരിക്കേണ്ടത് നമ്മള്? ആണോ? ഇബ്രാഹിമി ശരീഅത്തുള്ള ഇസ്ലാമിയത്തിലല്ലേ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് ജനിച്ചു വീണത്? അഷ്റഫുൽ ഖൽഖിന്റെ കുടുംബം ഖുറൈശികൾ ഇസ്മായിലി ശരീഅത്തനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നില്ലേ? അവർ മുസ്ലിമീങ്ങളായിരുന്നില്ലേ? പാരമ്പര്യക്കാരായിരുന്നില്ലേ? അവർ ആകത്തെ ഇത് തെറ്റെന്താണ്? അള്ളാഹുവിനോടൊപ്പം വദ്ദു, സുവാഴ് മുതലായ ഉലിയാക്കളെയും കൂടി കൂട്ടിപ്പറഞ്ഞു എന്നുള്ളത് മാത്രമല്ലേ അവർ ചെയ്ത തെറ്റ്? ആദർശപരമായിട്ട്, അനുഷ്ഠാനപരമായിട്ട് തെറ്റ് വേറെ, ആദർശപരമായ തെറ്റ് വേറെ. ആദർശപരമായിട്ട് അവർ ചെയ്ത തെറ്റത് മാത്രമല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 25-ാമത്തെ വയസ്സിൽ ഖദീജ ബിബിയെ നിക്കാഹ് ചെയ്തു. അഷ്റഫുൽ ഖൽഖ് ഹിന്ദു മതാചാരപ്രകാരമാണോ കല്യാണം കഴിച്ചത്? എന്താ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ ഇരിക്കുന്നവരോടൊക്കെയാണ് ചോദിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് ഹിന്ദു മതാചാരപ്രകാരമാണോ കല്യാണം കഴിച്ചത് ഖദീജ ബിബിയെ?
അതോ ക്രിസ്ത്യാനി ആചാരപ്രകാരമാണോ? അതോ ജൂതന്റെ ആചാരപ്രകാരമാണോ അഷ്റഫുൽ ഖദീജനെ കെട്ടിയത്? ഇബ്രാഹിമി ശരീഅത്തനുസരിച്ചും ഇസ്ലാമിക ആചാരപ്രകാരവും അല്ലേ അഷ്റഫുൽ ഖദീജയെ കെട്ടിയത്? അബ്ദുൽ മുത്തലിബ് അല്ലേ നിക്കാഹിന് ഖുത്ബ നിർവഹിച്ചത്? ഖദീജ ബീവിന്റെ കൊച്ച ബാപ്പ ഖുവൈലിദല്ലേ നിക്കാഹിന്റെ വാചകം പറഞ്ഞു കൊടുത്തത്? മഹ്ർ നിശ്ചയിച്ചിട്ടല്ലേ നിക്കാഹ് ഉണ്ടായിരുന്നത്? അപ്പം അഷ്റഫുൽ ഖൽഖ് നബിയാവുന്നതിന് മുമ്പേ ഇസ്ലാമിന്റെ ആചാരങ്ങൾ നിലവിലുണ്ടായിരുന്നു എന്നല്ലേ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്? എന്നിട്ട് നാം അത് ഹിന്ദു ആചാരമാണെന്ന് വിശ്വസിക്കാൻ ഇപ്പൊ ജാറക്കാര് തയ്യാറായപ്പോൾ നമ്മളും അതിനൊത്ത് സൈഡ് വെച്ചു കൊടുത്തില്ലേ? ഹിന്ദുക്കൾക്ക് വേണ്ടി ഇറങ്ങിയ ആയത്താണ് ഷിർക്കിന്റെ ആയത്ത്. അത് മുസ്ലിമിങ്ങളോട് പറയേണ്ടതല്ല എന്നല്ലേ ഇവിടുത്തെ സലഫികളോട് ഇവിടുത്തെ ജാറക്കാരായ പുരോഹിതന്മാര് പറഞ്ഞുകൊണ്ടിരുന്നത് അന്നും ഇന്നും 100 കൊല്ലമായിട്ട്? അങ്ങനെയാണോ? അഷ്റഫുൽ ഖൽഖ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ശിർക്കും കുഫറും പറഞ്ഞത് ഹിന്ദുക്കളോടായിരുന്നോ? ക്രിസ്ത്യാനികളോടായിരുന്നോ? ജൂതന്മാരോടായിരുന്നോ അടിസ്ഥാനപരമായി പറഞ്ഞത്? ഇബ്രാഹിമി ശരീഅത്തനുസരിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹം ജാറം കൊണ്ട് തൗഹീദ് ബാത്തിലാക്കിയപ്പോൾ അത് തിരുത്താനല്ലേ മുഹമ്മദ് റസൂൽ നബിയായിട്ട് വന്നത്, റസൂലായിട്ട് വന്നത്? നിഷേധിക്കാൻ ഒക്കുമോ? അതല്ലേ ഇന്നത്തെയും ജോലി? ഇവിടുത്തെ ഹിന്ദുക്കൾക്കാണോ നാം ദഅവത്ത് നൽകേണ്ടത് അടിസ്ഥാനപരമായി? ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കാണോ ആദ്യത്തെ ദഅവത്ത്? ഇവിടുത്തെ ജൂതന്മാർക്കാണോ ആദ്യത്തെ ദഅവത്ത്? എന്നിട്ട് രാമായണവും ബൈബിളും പഠിച്ചിട്ട് ഇവിടുത്തെ മറ്റുള്ളവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ ആരെ ഏൽപ്പിച്ച നമ്മളെ? ഇവിടുത്തെ മുസ്ലിമീങ്ങളെയാണ് ഇസ്ലാമിലേക്ക് ക്ഷണിക്കേണ്ടത്. അതാണ് അന്ന് ഉമർ മൗലവി ചെയ്തത്. അസ്ലിം തസ്ലാം. ഒരു വലിയ പണ്ഡിതന് കത്തെഴുതി നിങ്ങൾ മുസ്ലിം ആകുക എന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് അന്ന് ഉമർ മൗലവി കത്തെഴുതിയത് കേരളത്തിൽ. അതെല്ലാം ശരിയും. നമ്മൾ ക്ഷണിക്കേണ്ടത് അവരെയാണ്. ജാറത്തിന്റെ ആൾക്കാരെ, പള്ളിന്റെ ആൾക്കാരെ, ഖത്തീബിനെ, മുദരിസിനെ തൗഹീദിലേക്ക് ക്ഷണിക്കുക, ഷഹാദത്തിലേക്ക് ക്ഷണിക്കുക. ജാറങ്ങളെ കൊണ്ട് നിങ്ങളെ ഷഹാദത്ത് ബാത്തിലാക്കിയിരിക്കുകയാണ്, അത് തിരിച്ചു വരണം എന്നാണ് ദഅവത്ത്. അതാണ് ദഅവത്ത്. അതാണ് വിപ്ലവകരമായ ദഅവത്ത്. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലവുമായിട്ട് ഹജ്ജിനെ ബന്ധിപ്പിച്ചത് ലോകാവസാനം വരെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം മുഹമ്മദ് ഈ ഉമ്മത്ത് പഠിച്ചിരിക്കണം. ഹജ്ജ് വരുമ്പോഴെല്ലാം ആ ചരിത്രം നമ്മൾ ആവർത്തിക്കുന്നുണ്ട്. ശവ്വാൽ 1 മുതലാണ് ഹജ്ജിന്റെ ആരംഭം. ദുൽഹജ്ജ് 13 ഹജ്ജ് തീരും. അങ്ങനെ 2 മാസവും 13 ദിവസവും നീണ്ടു നിൽക്കുന്ന ഹജ്ജിന്റെ ചരിത്രം ഇബ്രാഹിം ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. തുടർന്ന് അല്ലാഹു തആല ചരിത്രത്തെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തേക്ക് കൊണ്ടുവന്നു. ഹസ്രത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരക്കുട്ടിയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ ഇസ്ഹാഖിന്റെ മകൻ യാക്കൂബിന്റെ പേരക്കുട്ടിയാണ് ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അഭിമുഖീകരിക്കേണ്ടി വന്നത് 2 ശക്തികളെയാണ്. ഒന്ന് രാഷ്ട്രീയ ശക്തി, ഒന്ന് പൗരോഹിത്യ ശക്തി. രാഷ്ട്രീയ ശക്തിക്കാണ് മേധാവിത്വം. പുരോഹിതന്മാര് രാഷ്ട്രീയത്തിന്റെ ചോട്ടിലാണ്. രാഷ്ട്രീയ ശക്തിയുടെ തലപ്പത്തുള്ളത് ഫിറഔനാണ്. ആത്മീയതയുടെ തലപ്പത്തുള്ളത് ഫിറഔന്റെ കീഴിലുള്ള പുരോഹിതന്മാരാണ്. ആ പുരോഹിതന്മാര് തികച്ചും ഫിറഔന്റെ അടിമകളാണ്, ഭരണകൂടത്തിന്റെ അടിമകളാണെന്നത്തെ മൗലാനമാര്. ഇബ്രാഹിമിന്റെ കാലഘട്ടം നേരെ തിരിച്ചാണ്. അന്ന് ആസറിനാണ് മേധാവിത്വം, മൗലാനമാർക്കാണ് മേധാവിത്വം, ഭരണാധികാരികൾക്കല്ല. മുസ്ലിമിന്റെ കാലം ഭരണാധികാരികൾക്കാണ് മേധാവിത്വം, പുരോഹിതന്മാർക്കല്ല. ആ ചരിത്രത്തെ മുഹറം മാസവുമായിട്ട് അല്ലാഹു തആല ബന്ധിപ്പിച്ചില്ലേ? മുഹറം 1 മുതൽ 10 വരെ നാം പറഞ്ഞ ചരിത്രം മുഴുവനും അതല്ലേ? ഒരു ചരിത്രത്തിന്റെ വലിയ അവസാനമായിരുന്നില്ലേ അത്? മുഹമ്മദ് ഈ ഉമ്മത്ത് ഖിയാമത്ത് നാൾ വരെ മുഹറം മാസം ചർച്ച ചെയ്യണം. അതിന് 1 മുതൽ 10 വരെയുള്ള നോമ്പ് സുന്നത്താക്കി. ആദ്യകാലത്ത് നിർബന്ധമായിരുന്നു 10ന്റെ നോമ്പ്. എന്തിനാണത്? മുവഹിദുകൾക്ക് പാഠം ഉൾക്കൊള്ളാൻ. തൗഹീദിനുള്ളതാണ് ലോക ചരിത്രം, തൗഹീദിന്റേതാണ് ചരിത്രം. മറ്റുള്ളവര് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ്. എന്നിട്ടും നാം മറ്റുള്ളവരോട് ആരം ചേർന്നിട്ട് ബിരിയാണി തിന്നാൻ വേണ്ടിയിട്ട് കല്യാണത്തിന് ബിരിയാണി തിന്നാനും അതേപോലെ കല്യാണം കഴിക്കാനും വേണ്ടി ഇവിടുത്തെ മഹാഭൂരിപക്ഷത്തെ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന സലഫികളോട് എന്ത് പറയാൻ? ഇല്ല. വളരെ ശക്തവും തീവ്രവുമായിരിക്കണം തൗഹീദി രംഗം. അഹ്മാദി രംഗത്ത് മാത്രമേ മിഡിൽ അവസ്ഥ സ്വീകരിക്കേണ്ടതുള്ളൂ. തൗഹീദി രംഗത്ത് മിഡിൽ അവസ്ഥ സ്വീകരിക്കേണ്ട പ്രശ്നമില്ല. ഒരു തരത്തിലുള്ള കോംപ്രമൈസ് ഇല്ല. അത് കഴിഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ചരിത്രത്തെ ബന്ധിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹിയുമായിട്ടാണ് പിന്നെ ബന്ധിപ്പിക്കുന്നത്. അതേ സഹോദരങ്ങളെ, ഹസ്രത്ത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നുബുവത്തും നൂഹ് നബിന്റെ റിസാലത്തും ചെന്ന് അവസാനിക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹിയിലാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹി എന്നത് ഒരു ചരിത്രത്തിലെ പ്രത്യേക സമയവുമായിട്ട് അല്ലാഹു ബന്ധിപ്പിച്ചില്ല, പ്രത്യേക കാലവുമായി അല്ലാഹു ബന്ധിപ്പിച്ചില്ല. ലോകാവസാനം വരെ ആദമിനോട്, ഇന്നലകളിൽ ആദമോട് കണക്ഷൻ, നാളകളിൽ സൂര്യൻ പടിഞ്ഞാറെന്ന് ഉദിക്കുന്നത് വരെയാണ് മുഹമ്മദ് ഈ കാലഘട്ടത്തിന്റെ ചരിത്രം. എന്താ പറഞ്ഞേ?
നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇടയ്ക്ക് വെള്ളപ്പൊക്കം വന്നു, കബറാളികളെ മുഴുവനും അല്ലാഹു തആല കൊന്നുകളഞ്ഞു, വെള്ളത്തിൽ മുക്കിയിട്ട്. ചരിത്രം അവിടെ അവസാനിച്ചു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിനും ചരിത്രം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. സിറിയയിലേക്കും മക്കത്തേക്കും ഹിജ്റ പോയി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ചരിത്രം അവിടെ അവസാനിച്ചു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം നൈൽ നദി ചെങ്കടല് കടന്ന് ഇസ്രായേലി സമൂഹം മുസ്ലിമീങ്ങൾ അക്കരയിലെത്തി. അവർ ജാറം കണ്ടപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട്, യാ മൂസ ജഅൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, ഇവർക്കുള്ള പോലെ ഒരു ദർഗ ഞങ്ങൾക്കും ഉണ്ടാക്കിത്താ, ഞങ്ങളും ഇതേപോലെ ദർഗക്ക് ചുറ്റും ഇരുന്നിട്ട് അള്ളാഹിനോട് ചോദിക്കട്ടെ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മുസ്ലിമീങ്ങൾ പറഞ്ഞു. ആ സമയത്താണ് മൂസ നബി അവരോട് പറഞ്ഞത്, ഖാല ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ, ജാഹിലീങ്ങൾ, ഞാനും എന്റെ സഹോദരൻ ഹാറൂനും ഇത്രയും കാലം നിങ്ങൾക്ക് അതാണോ പഠിപ്പിച്ചെന്നത്? നിങ്ങൾ തോന്നിയവാസികൾ, തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ. അനുഭവിച്ചില്ലേ? തെണ്ടി തിരിഞ്ഞില്ലേ ലോകം മുഴുവനും? ബൈത്തുൽ മുഖദ്ദസിൽ പോകാനായിരുന്നില്ലേ പുറപ്പെട്ടത്? ഫലസ്തീനിൽ എത്തിയോ അവര്? അള്ളാഹ് എത്തിച്ചോ? ബൈത്തുൽ മുഖദ്ദസിൽ പ്രവേശിച്ചോ അവര്? മൂസ നബിയും ഹാറൂൻ നബിയും വഴിയിൽ വെച്ചൊരു മലഞ്ചെരുവിൽ വെച്ച് മരിക്കുകയല്ലേ ചെയ്തത്? യൂശ നബിന്റെ കാലത്തല്ലേ പിന്നീട് ബൈത്തുൽ മുഖദ്ദസിൽ പ്രവേശിക്കാൻ കഴിഞ്ഞുള്ളൂ. സമൂഹം ജാറത്തിലെത്തിയപ്പോൾ അള്ളാഹുവിന്റെ സഹായം പിൻവലിച്ചു. മൂസ നബിക്കും ഹാറൂൻ നബിക്കും ബൈത്തുൽ മുഖദ്ദസിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ആ രീതിയിൽ വഴിയിൽ വെച്ച ചരിത്രം അവസാനിപ്പിക്കേണ്ടി വന്നു മൂസ നബി. അല്ലേ ചരിത്രം? പിന്നീട് ആ ചരിത്രം ബന്ധിപ്പിക്കേണ്ട അല്ലാഹു തആല മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റജബ് മുതൽ തുടങ്ങിയതാണ്, മുഹറം വരെയാണ് കാലഘട്ടവുമായിട്ട് അല്ലാഹു ബന്ധിപ്പിച്ചത്. 12 മാസത്തിൽ 7 മാസങ്ങൾക്ക് മാത്രമേ ശരീഅത്തിൽ അഡ്രസ് ഉള്ളൂ. നിസാനത്തിന്റെ കയ്യൊപ്പോടെ ആദർശവും ആദരവും അംഗീകരിച്ചു കൊടുത്ത 7 മാസങ്ങൾ റജബ്, ശഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹജ്ജ്, മുഹറം അല്ലേ? മുഹറം മാസം തീരലോടുകൂടി കാലഘട്ടവുമായിട്ട് അല്ലാഹു തആല ചരിത്രത്തെ ബന്ധിപ്പിക്കൽ അവസാനിപ്പിച്ചു. സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജുമാദുൽ അവ്വൽ, ജുമാദുൽ ആഖിർ. റിസാലത്തിന്റെ കയ്യൊപ്പോടെ സഫറിന് ഒരു അഡ്രസ്സും ഇല്ല ശരീഅത്തിൽ. റിസാലത്തിന്റെ കയ്യൊപ്പോടെ റബീഉൽ അവ്വൽ മാസത്തിന് ഒരു അഡ്രസ്സും ശരീഅത്തുൽ ഇസ്ലാമിലില്ല. റബീഉൽ ആഖിർ മാസത്തിന് ശരീഅത്തിൽ ഒരു അഡ്രസ്സും ഇല്ല ശരീഅത്തിൽ റിസാലത്തിന്റെ കയ്യൊപ്പോടെ. റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ മാസത്തിനും ഇല്ല. പിന്നെ റജബ് മുതൽ വീണ്ടും ശരീഅത്തിന്റെ റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിന്റെ അംഗീകാരത്തിൽ കാലങ്ങളും മാസങ്ങളും ഇബാദത്തിന്റെയും ഇക്റാമിന്റെയും മാസമായി മാറുകയാണ്. മുഹമ്മദ് റിസാലത്തിനെ ഏതെങ്കിലും ഒരു മാസവുമായി ബന്ധിപ്പിച്ചവൻ മുഹമ്മദീയത്തിനെ നിഷേധിക്കുന്നവനാണ്. രണ്ടാം ഷഹാദയിൽ സംശയമുള്ളവരാണ്. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. രണ്ടാമത്തെ ഷഹാദ സഹിയാകാൻ 5 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, മുഹമ്മദീയത്ത് അറിഞ്ഞിരിക്കണം. ആരാണ് ഈ മുഹമ്മദ് എന്ന് അറിഞ്ഞിരിക്കണം. ഈ ഇരിക്കുന്ന നമ്മളടക്കം ആരാണ് മുഹമ്മദ് എന്ന് ചോദിച്ചാൽ മണിമണിയായിട്ട് മറുപടി പറയാൻ കഴിയണം. അറിയില്ല എന്ന് പറഞ്ഞാൽ അപ്പ അവന്റെ ഷഹാദ ബാത്തിലാവും. ഇതാണ് മനസ്സിലാക്കിച്ചിരിക്കുന്നത്. പുള്ളിക്കാരൻ മുഹമ്മദ് ചരിത്രത്തിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. മുഹമ്മദീയത്ത് ആരാണ് ഈ മുഹമ്മദ്? ഏതാണ് ഈ മുഹമ്മദിന്റെ കുടുംബം? മുഹമ്മദ് ജനിച്ചു വീഴുമ്പോൾ ആ കാലഘട്ടത്തിന്റെ അവസ്ഥ എന്താ? മുഹമ്മദിന്റെ ഉപ്പുപ്പമാരുടെ അവസ്ഥ എന്താണ്? മുഹമ്മദിന്റെ ഭാര്യ ഖദീജന്റെ അവസ്ഥ എന്താണ്? മുഹമ്മദ് 40 കൊല്ലക്കാലം മുഴുവൻ കിട്ടുന്നവരെ ജീവിച്ചത് എങ്ങനെയാണ്? ആ ജീവിതത്തിന് അനുഷ്ഠിച്ചിരിക്കുന്ന ആദർശത്തിന്റെ ഭാഗം ഏതാണ്? ആ മുഹമ്മദ് ശിർക്കിലും കുഫറിലുമാണോ, അതോ ഇസ്ലാമിലാണോ, ഹനീഫിയത്തിലാണോ, ഇബ്രാഹിമി ശരീഅത്തിലാണോ പഠിക്കണ്ടേ? സുമാർ മുഹമ്മദ് പഠിച്ചിട്ട് പോയാൽ മതിയാണ്. വിശദമായി പറയേണ്ട വിഷയമാണ്. 1, 2, 10 കുത്തുബയൊന്നും ഒതുക്കേണ്ട കാര്യമില്ല. രണ്ടാമതായിട്ട് അബ്ദിയത്ത് അറിഞ്ഞിരിക്കണം. മുഹമ്മദ് അബ്ദാൻ. അതുകൊണ്ട് തന്നെ അബ്ദിയത്തിന്റെ ഒരു പശർമ പോലും ഏറ്റുപോകരുത്. 100% അടിമത്വത്തിന്റെ 100% പ്രതീകമാണ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടാൻ മുഹമ്മദ് മുസ്തഫ തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അണുമണി തൂക്കം മുഹമ്മദിന്റെ ബറക്കത്ത് കൊണ്ട്, മുഹമ്മദിന്റെ ജാഹ് കൊണ്ട് വരാൻ പറ്റുകയില്ലാതെ അബ്ദിയത്തിന്റെ നിഷേധമാണ്. അതോടുകൂടി ഷഹാദ ബാത്തിലാവും. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളോട് ചോദിക്കാൻ, നിങ്ങൾക്ക് മുരിശിക്കങ്ങൾ അറിയാവോ? എനിക്കറിയില്ല. അതെന്താ അറിയാത്ത? എനിക്കെന്റെ ആവശ്യം എന്താ? നബി തങ്ങൾ വഫാത്തായിട്ട് 500 കൊല്ലം കഴിഞ്ഞിട്ട് ബഗ്ദാദിൽ ജനിച്ചൊരു മനുഷ്യനെ പറ്റി ഞാൻ അറിയേണ്ട ആവശ്യം എന്താ എന്നൊരുത്തൻ പറഞ്ഞാൽ അവന്റെ ഈമാൻ വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടോ? നിങ്ങളെ കൂട്ടത്തിൽ ഒരാളോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് മുരിശിക്കങ്ങൾ അറിയാവോ? അപ്പൊ നിങ്ങൾ പറയുന്നത്, ഏത് മുരിശിക്കങ്ങൾ, എന്ത് മുരിശിക്കങ്ങൾ? എനിക്ക് പുള്ളിക്കാരനെ അറിയില്ല എന്ന് മറുപടി പറഞ്ഞാൽ അയാൾ ഈമാൻ വല്ല കുഴപ്പമുണ്ടോ? വല്ലാഹി ഒരു കുഴപ്പം അയാൾ ഈമാൻ വരില്ല.
അഷ്റഫുൽ വഫാത്തായിട്ട് 500 കൊല്ലം കഴിഞ്ഞിട്ട് ബഗ്ദാദിൽ ജീവിച്ച് മരിച്ചുപോയ ഏതൊരു വ്യക്തിയെ പറ്റി അറിഞ്ഞിരിക്കൽ എന്റെ ഈമാൻ സഹിയാകാനുള്ള ഷർത്തല്ല, എന്റെ ഇസ്ലാം സഹിയാകാനുള്ള ഷർത്തുമല്ല. ഒരു വ്യക്തി ഒരു ഉമ്മാക്ക് ജനിച്ചു, ജീവിച്ചു, മരിച്ചു, അതിൽ കഴിഞ്ഞ് വരണ്ട. നാളെ ആഖിറത്തിൽ അള്ളാഹിന്റെ മുമ്പിൽ ഹാജരാകുമ്പോൾ നമുക്ക് എല്ലാവരെയും കണ്ടുമുട്ടാൻ പറ്റും ചിലപ്പോ. അതിൽ കഴിഞ്ഞ് എനിക്ക് എന്താണ് ബന്ധം? അതേ ചോദ്യം തിരിച്ചെനിക്ക് മുഹമ്മദ് മുസ്തഫ തങ്ങളെ അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വലിയ പരിചയമില്ല എന്നാണ് ഒരു മുസ്ലിമിന്റെ മറുപടി എങ്കിൽ കഫർ, ആ സമയത്ത് അവൻ കാഫിറാണ്. അതാണ് വ്യത്യാസം. അതാണ് വ്യത്യാസം. ഷഹാദത്തിന്റെ വ്യത്യാസം അതാ. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുഹമ്മദിയത്ത് അറിഞ്ഞിരിക്കണം, അബ്ദിയത്ത് അറിഞ്ഞിരിക്കണം. മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ അബ്ദിയത്ത് എത്രത്തോളം പൂർണ്ണമാണെന്ന് അറിഞ്ഞിരിക്കണം. ഒന്ന്, ഒരക്ഷരം എഴുതാനോ ഒരക്ഷരം എഴുതിയത് വായിക്കാനോ അറിയാത്ത അബ്ദാണ് മുഹമ്മദ്. അപ്പോഴാണ് അള്ളാഹുവിന്റെ സ്വന്തമാകുന്നത് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് നേരത്തെ നല്ല വായനാശീലം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഖുർആൻ പറയാൻ നല്ല എളുപ്പമായിരുന്നു എന്ന് വിശ്വസിച്ചാൽ അവന്റെ ഷഹാദത്ത് ബാത്തിലാ. മുഹമ്മദ് മുസ്തഫക്ക് ഒന്നും അറിയുന്നില്ല, വെറും ഉമ്മിയാണ് മുഹമ്മദ് മുസ്തഫ. എന്നിട്ടും ഇതെല്ലാം പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ റസൂലാക്കി അല്ലാഹു തആല അതിന് വളർത്തിയെടുക്കുകയായിരുന്നു. അയാൾ അബ്ദിയത്ത് അംഗീകരിച്ചു കൊടുക്കണം, ഒന്നുമല്ല എന്ന് അംഗീകരിച്ചു കൊടുക്കണം. എന്നിട്ട് റിസാലത്തിൽ എല്ലാമാണ് എന്ന് അംഗീകരിച്ചു കൊടുക്കണം. അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ദൈനംദിന ജീവിതത്തിൽ അഷ്റഫുൽ ഖൽഖിന് പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ? ജൂത സമൂഹത്തിൽ നിന്ന് സിഹർ ബാധയേറ്റിട്ട് വിഷമിക്കേണ്ടി വന്നില്ലേ? എന്തിന്? അഷ്റഫുൽ ഖൽഖിന്റെ അബ്ദിയത്ത് തെളിയിക്കാൻ അള്ളാഹു ചെയ്തത്. അംഗീകരിക്കാൻ കഴിയുന്നില്ല അല്ലേ? അംഗീകരിക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണെന്നറിയോ? മുഹമ്മദ് മുസ്തഫ പൂർണ്ണനിൽ പൂർണ്ണനാണ്, അള്ളാഹുക്ക് പകരം അവയാണെന്ന് പറയുന്നതുകൊണ്ടാണ്. അത് അല്ലെങ്കിൽ അള്ളാനെ പോലെ ഒരു ഭയങ്കര ശക്തിയുള്ള ആളാന്ന് വിശ്വസിക്കുന്നുണ്ടാ? ഇല്ല, ഒരു ശക്തിയും ഇല്ല, അള്ളാഹു തആല അംഗീകരിച്ചു കൊടുത്തതല്ലാതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹിറിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? അശബക്ക് നിസ്കരിക്കുന്ന സമയത്ത് മറന്നില്ലേ? 3 റക്അത്ത് നിസ്കരിക്കേണ്ട മഗ്രിബ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് സലാം കിട്ടിയില്ലേ? ഇപ്പം ബേക്കുന്ന ഒരു സഹാബി ദുൽയദൈനി ചോദിച്ചു, യാ റസൂലല്ലാഹ്, നിസ്കാരം ചുരുക്കപ്പെട്ടതാണോ മറന്നുപോയതാണോ? ഉടൻ തന്നെ എഴുന്നേറ്റിട്ട് ബാക്കി 1 റക്അത്തും കൂടി നിസ്കരിച്ചിട്ട് സഹവിന്റെ സൂചി ചെയ്ത് റസൂലുള്ളാഹി തങ്ങൾ ഈ റസൂലുള്ള മറവിയുള്ള ആളാണോ എന്ന് പറയുന്നത് കേട്ടുകൂടാന്ന് ഇവിടുത്തെ സയൻസ് റസൂലക്കാർ പറയാൻ തുടങ്ങിയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സയൻസ് റസൂലുള്ള സെൽഫിന്റെ കൂട്ടത്തിലുള്ളതാണ്. സെൽഫികൾ കുറെ ഗ്രൂപ്പായപ്പോ ഒരു ഗ്രൂപ്പ് അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് സയൻസ് റസൂലുള്ള. അവർക്ക് മുഹമ്മദ് റസൂലുള്ളാഹിനെ അംഗീകരിക്കാൻ വലിയ തലവേദനയാ. അവർ പറയുന്ന കാരണങ്ങളാ ഇതൊക്കെ. അബ്ദിയത്ത് അറിയാത്തത് കൊണ്ടാ. അഷ്റഫുൽ ഖൽഖിന്റെ അബ്ദിയത്ത് അംഗീകരിക്കുന്നവർക്ക് മുഹമ്മദി റിസാലത്തുള്ള ഷഹാദത്തിന്റെ ശക്തി മനസ്സിലാവുന്നു. ദൈനംദിന ജീവിതത്തിൽ മനുഷ്യ സഹജമായ വിഷയങ്ങളെ കൊണ്ട് അഷ്റഫുൽ ഖൽഖിനെ അള്ളാഹ് പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണെന്നറിയോ? അത് എന്റെ അബ്ദാണ് മുഹമ്മദ് എന്നല്ലാതെ മഅബൂദല്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാ. അതുകൊണ്ട് മുഹമ്മദിൽ നിന്നൊന്നും നേടാനൊന്നും മെനക്കെടണ്ട. മുഹമ്മദ് വെറും അബ്ദാണ്, നേടേണ്ടത് എന്നിൽ നിന്നാ. അല്ലാഹു മഅബൂദാണ്. അതിന് വേണ്ടിയിട്ടാണ്. മൂന്നാമതായിട്ട് നാം അറിഞ്ഞിരിക്കണം മുഹമ്മദ് മുസ്തഫാന്റെ നുബുവത്ത്. 4-മതായിട്ട് അറിഞ്ഞിരിക്കണം മുഹമ്മദ് മുസ്തഫാന്റെ റിസാലത്ത്. 5-മതായിട്ട് അറിഞ്ഞിരിക്കണം മുഹമ്മദ് മുസ്തഫാന്റെ ശരീഅത്ത്. ഈ 5 കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം 2-മത്തെ ഷഹാദ പറയാൻ. ഇല്ലെങ്കിൽ 2-മത്തെ ഷഹാദ ബാത്തിലാ. കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു ഒരുപാട് അവസരങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് ഇത് സഫർ മാസമാണ്, വരാനിരിക്കുന്ന റബീഉൽ അവ്വൽ മാസമാണ്. കൊണ്ടാട്ടങ്ങളുടെയും പൂരങ്ങളുടെയും കൂത്താട്ടങ്ങളുടെയും പാട്ടുകച്ചേരികളുടെയും ബഹളങ്ങളുടെയും നാടകത്തിന്റെയും ബിരിയാണിയുടെയും മാസമാണ്. അത് വെറും തീറ്റിയുടെ മാസം മാത്രമാണ്. ശരീഅത്തുമായി വല്ലാഹി അതിനൊരു ബന്ധവുമില്ല. അതുകൊണ്ട് റമദാൻ മാസത്തിന്റെ പോരിശ മനസ്സിലാക്കിക്കൊണ്ട് ഒരു സലാത്തൊരുത്തൻ ചൊല്ലിയാലും ചെയ്തത് ബിദ്അത്താണ്. കാരണം സലാത്തിന്റെ ബിദ്അത്തല്ല, ആ സലാത്തിനെ റബീഉൽ അവ്വൽ മാസവുമായിട്ട് ബന്ധിപ്പിച്ച ബിദ്അത്ത്. എന്തുകൊണ്ട്? റബീഉൽ അവ്വൽ മാസത്തിന് റിസാലത്തിന്റെ കയ്യൊപ്പില്ല, ശരീഅത്തിന്റെ അംഗീകാരമില്ല. അതുകൊണ്ട് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, ബാക്കി പഠിച്ചു. ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ഷഹാദത്ത് പഠിക്കും. ഞാൻ ചോദിക്കട്ടെ, 1430 കൊല്ലമായില്ലേ നമ്മുടെ നാട്ടിൽ ഇസ്ലാം വന്നിട്ട്? അതിൽ 1200 കൊല്ലത്തോളം 1-മത്തെ കാര്യമായ ഷഹാദ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നില്ല ഇവിടുത്തെ ഷീഹി പുരോഹിതന്മാര്, ഇവിടുത്തെ ദർഗന്റെ ഷെയ്ഖുമാര്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലായാൽ, മുഹമ്മദുർ റസൂലുള്ളാഹ് മനസ്സിലായാൽ, അവരുടെ ആത്മീയതയെ ചൂഷണം ചെയ്ത് കാശുണ്ടാക്കാൻ ഈ പുരോഹിത വർഗത്തിന് സാധിക്കൂല എന്ന് കണ്ടപ്പോഴല്ലേ ഇസ്ലാമിന്റെ 1-മത്തെ കാര്യമായ ഷഹാദയെ പൂഴ്ത്തിവെച്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് മാത്രം പഠിപ്പിക്കാൻ തുടങ്ങിയത് അല്ലേ? ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹ് കേരളത്തിൽ ആദ്യമായിട്ട് ഷഹാദത്ത് ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. അതിന്റെ ബാക്കിയല്ലേ ഇവിടുത്തെ സലഫികൾ പറയാൻ തുടങ്ങിയത്. അതാണ് ചരിത്രം. പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. നാം അള്ളാഹുവിന് കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ആ ഷഹാദ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് കരാറാണ്, ഒരു ഉടമ്പടിയാണ്.
അതുമായിട്ട് നാളെ അള്ളാഹിനെ കണ്ടുമുട്ടണം. വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അതൊരു കരാറാണ്, ഒരു ഉടമ്പടിയാണ്. അശ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് ഈ റിസാലത്തനുസരിച്ചായിരിക്കും ഞാൻ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക, അത് ഞാൻ തെളിയിക്കുക തന്നെ ചെയ്യും. അതാണ് അശ്ഹദു എന്ന വാക്കിന്റെ മഴ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു, അല്ലാഹ് ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്റെ ദൈനംദിന വിഷയത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും, അത് ദുനിയാവിന്റെ കാര്യമോ ദീനിന്റെ കാര്യമോ ആഖിറത്തിന്റെ കാര്യമോ എന്ത് തന്നെ ആയാലും നിന്റെ മാത്രമേ ഞാൻ ഇടപെടിപ്പിക്കുകയുള്ളൂ. അശ്ഹദു, അത് ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ് അല്ലാഹു എന്ന് എനിക്ക് ഞാൻ ഉറപ്പ് തരുന്നു. അതേപോലെ മുഹമ്മദ് റിസാലത്തനുസരിച്ചായിരിക്കും ഞാൻ അത് തെളിയിക്കുക, അതും എനിക്ക് ഞാൻ ഉറപ്പ് തരുന്നു. അതാണ് രണ്ടുറപ്പ്, രണ്ട് ഷഹാദ. പരീക്ഷിച്ചു കൊണ്ടിരിക്കുക. മരിക്കുന്ന നേരം ഡിസ്മിസ്സായി പോകാത്ത, സസ്പെൻഡായി പോകാത്ത, ഡാമേജുകൾ വന്ന് ഉപയോഗശൂന്യമായി പോകാത്ത ഷഹാദത്തുമായി അല്ലാഹുവിനെ കണ്ടുമുട്ടണം. അതായിരിക്കട്ടെ എന്റെയും നിങ്ങളെയും ചിന്താ വിഷയം. അല്ലാഹ് അതിനാവശ്യമായ സകല തൗഫീഖും തന്നെ എന്നെയും ഈ കൂട്ടരെയും സമൂഹത്തെയും അനുഗ്രഹിക്കണേ അല്ലാഹുവേ.